പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്നെന്നെ നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്നെന്നെ നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. കുശവൻ്റെ കയ്യിൽ കളിമണ്ണു പോലെന്നെ പണിയുക പരനെ, തിരുഹിതം പോലെ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. പരിശുദ്ധാത്മാവിനെ പിതാവിനോട് ചോദിച്ച യേശു കർത്താവ് തന്നിൽ വിശ്വസിക്കുന്നവർക്കായി നൽകി. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലല്ലാതെ, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടെ അല്ലാതെ ആർക്കും യേശുവിനെ കർത്താവെന്ന് പറയാൻ കഴിയത്തില്ല. അതുമാത്രമല്ല, പരിശുദ്ധാത്മാവിലൂടെ വേണം ദൈവവചനം തിരിച്ചറിയാനും നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കാനും ഈ ഭൂമിയിൽ സന്തോഷകരവും അനുഗ്രഹവും വിജയകരവുമായ ജീവിതം നയിക്കാൻ നമുക്ക് സഹായമായി തീരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിലൂടെയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ നാം പഠിക്കുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായം മുതൽ തുടർന്ന് വായിക്കുന്ന ഓരോ സ്ഥലങ്ങളിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു, പരിശുദ്ധാത്മാവ് വിലക്കി, പരിശുദ്ധാത്മാവ് അയച്ചു. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല. അതുകൊണ്ട് വ്യക്തി ആയതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണമെങ്കിൽ ദുഃഖിപ്പിക്കാൻ കഴിയും. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട്, അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞ്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേട്ട് എന്നെ അനുഗമിക്കുന്നു. അനുഗമിക്കണമെന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ ശബ്ദം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടെ കേട്ടെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. കാര്യം ഈ എഴുതപ്പെട്ട ദൈവവചനം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതമായി എഴുതിയതാണ്. ഇതിലെ ലുദിയായുടെ ഹൃദയം തുറന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മകണ്ണുകൾ തുറന്നെങ്കിൽ മാത്രമേ ദൈവവചനത്തിലെ സത്യങ്ങൾ എനിക്കും നിങ്ങൾക്കും പിടികിട്ടത്തുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 1:1 ഇങ്ങനെ പറയാണ്: തെയോഫിലോസി, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം. യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് ഒരു തിരഞ്ഞെടുപ്പ് എൻ്റെയും നിങ്ങളുടെ മേലുണ്ട്. അതാര് തിരഞ്ഞെടുത്തു? യേശു ക്രിസ്തുവിനാൽ തിരഞ്ഞെടുത്തു. ഇന്നെന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും ധൈര്യത്തോടെ ഞാൻ പറയാം, നിങ്ങളെ മനുഷ്യരാരും തിരഞ്ഞെടുത്തതല്ല. ദൈവവചനത്തിൽ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്, നിങ്ങളല്ല ഒരിക്കലും തിരഞ്ഞെടുത്തത്. തിരഞ്ഞെടുത്തപ്പോൾ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും അത് നിലനിൽക്കേണ്ടതിനും. യേശു കർത്താവ് തിരഞ്ഞെടുത്ത വ്യക്തികളാണ് ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിൽ കൽപ്പന കൊടുത്തു. പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരെ നിയന്ത്രിച്ചു. അവിടെ എല്ലാം യേശു ചെയ്തു, പരിശുദ്ധാത്മാവ് ആലോചന കൊടുത്തു. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഇവിടെ വരേണ്ടി വരുന്നത്? യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ നാം ഇതിനൊന്നും സാക്ഷി നിന്നവരല്ല. യേശു മരിച്ചതോ ഉയർത്തെഴുന്നേറ്റ് കാൽവറി രക്തം ചൊരിഞ്ഞതൊന്നും ഞാനും നിങ്ങളും കണ്ടിട്ടില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് ഇതെല്ലാം കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് സാക്ഷ്യം പറയുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ ഉറപ്പിക്കുകയാണ്. ദൈവവചനത്തിലൂടെ നമ്മളെ അത് വ്യക്തമാക്കി തരികയാണ്. ഇന്ന് ആരെങ്കിലും വചനം പഠിക്കാൻ തീരുമാനിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ പഠിക്കാൻ ശ്രമിക്കരുത്. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു: എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല.
ഈ ഭൂമിയിൽ ജയകരമായ ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾ സ്വയം തീരുമാനിച്ചാൽ എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ നടക്കാത്തത് കൊണ്ടാണ് കർത്താവ് പറഞ്ഞു പിരിഞ്ഞു നടക്കത്തില്ല. ആരുമായി? യേശുവുമായി. യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മളെ ഉറപ്പിക്കുന്നത് ആരാണ്? ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരെ യേശു തിരഞ്ഞെടുത്തിട്ട് പരിശുദ്ധാത്മാവാണ് അവർക്ക് കൽപ്പന കൊടുക്കുന്നത്. കാര്യം ഇന്ന് യേശു കർത്താവ് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് എനിക്കും നിങ്ങൾക്കും വേണ്ടി സദാ മധ്യസ്ഥനായി മഹാപുരോഹിതനായി നിൽക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ എന്നേക്കും നിങ്ങളോടും എന്നോടും കൂടെ ഇരിക്കേണ്ടതിന് പിതാവ് അയച്ചു തന്നു. അതുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ കരം പിടിച്ച് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാവൂ. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട് നാം ദിനം തോറും സ്റ്റെപ്പുകൾ വെൽക്കാവൂ. പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സകല സത്യത്തിലും വഴി നടത്തും, ലക്ഷ്യത്തിലെത്തിക്കും, പിതാവിങ്കലെത്തിക്കും. യേശുവിനെ ഉയർത്താൻ നമ്മളെ പരിശുദ്ധാത്മാവ് സഹായിക്കും. ഇവിടെ അതുകൊണ്ട് അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവ് കൽപ്പന കൊടുത്തു. യേശു ക്രിസ്തു തിരഞ്ഞെടുത്തു. പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് അവർ ആരോഹണം ചെയ്ത നാൾ വരെ അവർ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നു. ഉപദേശിച്ചത് മാത്രം അവർ ചെയ്തു. അവരുടെ കരങ്ങളിലൂടെ അത്ഭുതങ്ങൾ നടന്നു, അടയാളങ്ങൾ നടന്നു. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഇന്നും ജീവനോടെയുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്നും സൃഷ്ടിക്കുന്ന ആത്മാവാണ്. ഈ പ്രപഞ്ചം മുഴുവൻ പാഴും ശൂന്യമായ പ്രപഞ്ചത്തെ പറുദീസയാക്കിയ ആ ദൈവമാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ തന്നെ മരിച്ച യേശുവിനെ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. നമ്മളിന്ന് കാണുന്ന സകലതും നിർമ്മിച്ച പരിശുദ്ധാത്മാവ്, പാഴും ശൂന്യമായ പ്രപഞ്ചത്തിന്മേൽ പരിവർത്തിച്ചതുപോലെ വെള്ളത്തിൻ്റെ മേൽ പരിവർത്തിച്ചിരുന്ന അതേ പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തിക്കുകയാണ്. ഇന്നും യേശുവിൻ്റെ നാമം പറയുന്നിടത്ത്, വിശ്വസിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയാണ്. അവരുപദേശിച്ചും പിന്നെന്ത് ചെയ്യുകയാണ്? അവർ ചെയ്തും. അവർ ചില കാര്യങ്ങൾ ചെയ്തു. ഇന്ന് ഞാനും നിങ്ങളും ചിലത് ചെയ്യണം. വിശ്വാസത്തിന് ചിലത് ചെയ്യണം. നമ്മൾ ചിലടത്ത രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. ചെയ്തും പിന്നെ ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നു. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ. നിന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, നന്ദി അപ്പ, നന്ദി പരിശുദ്ധാത്മാവേ. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവ് ഇവരെ തിരഞ്ഞെടുത്തതാണെന്നും പരിശുദ്ധാത്മാവാണ് ഇവരെ വിളിച്ചിരിക്കുന്നതെന്നും പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശം കേൾക്കണമെന്നും ശബ്ദം കേൾക്കണമെന്നുള്ള ആ ശബ്ദം കേൾക്കത്തക്കവണ്ണം ഇവരുടെ ഹൃദയത്തിൻ്റെ ചിന്തകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. കാതുകൾ തുറക്കപ്പെടട്ടെ, ആത്മീയ കാതുകൾ തുറക്കപ്പെടട്ടെ, ഇവരുടെ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക. എന്നെ കേൾക്കുന്ന രോഗികൾ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും ആർക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്നെന്നെ നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ